ഹായ് കൂട്ടുകാരെ, ഞാൻ എൻ്റെ ഫസ്റ്റ് വ്ളോഗ് എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഇട്ടിരുന്നു. ആ വ്ളോഗിൽ ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്ക് സങ്കടമൊക്കെ വരണ്ടായിരുന്നു. ഞാൻ പല പ്രാവശ്യം എടുത്തിട്ടാണ് ഞാനത് ശരിയായിട്ട് പിന്നെ ഒരെണ്ണം അതിൽ നിന്ന് ഇട്ടത്. പക്ഷേ ഇന്ന് ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ അന്ന് പറഞ്ഞിരുന്നു, ഞാൻ നമ്മുടെ ഉദാഹരണ സുജാതയുടെ ഒരു ജീവിതവുമായിട്ട് എൻ്റെ ജീവിതം സാമ്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതായത് ഒരു കുടുംബം ഒറ്റയ്ക്ക്, അതിപ്പോൾ ഭർത്താവ് ഉള്ളപ്പോഴും മരിച്ചു പോയെങ്കിലും ഒറ്റയ്ക്ക് തന്നെയായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു വിഷമം ഇതൊക്കെ ഉണ്ടായിരുന്നു. ഒറ്റയ്ക്കൊരു കുടുംബം നടത്തി ഒരു സ്ത്രീ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ അത് ഒരുപാട് വിഷമമുള്ള കാര്യങ്ങളാണ്, ഒരുപാട് വിഷമങ്ങളുണ്ടായത്. എങ്കിലും മക്കളിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. മക്കൾ വലുതായ അവർ നമ്മളെ നോക്കും, അവർ നമ്മളെ താങ്ങായി നമുക്ക് നിൽക്കും എന്നൊക്കെ ഒരു ഉറച്ച വിശ്വാസം എനിക്കുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ മക്കളെയൊന്നും നമ്മൾ അവരെ വളർത്താൻ വലുതാക്കുക അത്രേ ഉള്ളൂ. അവരിൽ നിന്ന് നമ്മളൊന്നും പ്രതീക്ഷിക്കരുത് എന്ന് എൻ്റെ ഈ ജീവിതത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇത്രയും നാളും അങ്ങനെ ഒറ്റയ്ക്ക് ജീവിച്ചതിൽ എനിക്ക് കുറ്റബോധമാണ് തോന്നുന്നത്. എന്നോട് പല ആളുകളും പറഞ്ഞു വിവാഹം കഴിച്ചുകൂടെ എന്നൊക്കെ പലരും എന്നോടും ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും ഒരു വിവാഹത്തെ പറ്റിയിട്ടൊന്നും ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല. മക്കളുണ്ടല്ലോ, മക്കൾക്ക് വേണ്ടി ജീവിക്കണം, അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. പക്ഷേ 2 വർഷമൊക്കെ ആയപ്പോൾ 2 വർഷമായി. ഇപ്പോൾ 2 വർഷത്തിനുള്ളിൽ എനിക്ക് മനസ്സിലായി ഞാനൊരു തെറ്റായ തീരുമാനമാണ് ഞാൻ എടുത്തത്. എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ എനിക്കൊരു സന്തോഷമോ സമാധാനമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ആലോചിച്ച് അപ്പം അങ്ങനെ മുമ്പും വിവാഹാലോചനയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അന്നൊന്നും കഴിക്കണം അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. മക്കളുണ്ട്, അവരെ വളർത്തണം, അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി ഞാൻ ആ തീരുമാനം എടുത്തത് വളരെ തെറ്റായി പോയി. എൻ്റെ ഒരുപാട് സമയം അങ്ങനെ വെറുതെ വേസ്റ്റായിപ്പോയി. മക്കൾക്ക് വേണ്ടി നമ്മൾ ജീവിച്ച മക്കൾക്കും ഒരു കടമയുണ്ട്, മാതാപിതാക്കളോട് സ്നേഹമായിട്ടും അവർക്ക് താങ്ങായിട്ടും നിൽക്കണമെന്ന് മക്കൾക്കും തോന്നുന്നു. അപ്പം അങ്ങനെ ഇല്ലാത്തൊരവസ്ഥയാണ് ഇപ്പം എൻ്റെ അവസ്ഥ. അപ്പോൾ എല്ലാവരും കൂടി ആലോചിച്ച് ഇപ്പോൾ ഒരു വിവാഹകാര്യം ആലോചിച്ചു. മുമ്പും കുറച്ച് കാര്യങ്ങളൊക്കെ വന്നു, പക്ഷെ അതൊന്നും നമ്മളായിട്ട് ചേർന്ന് പോണതല്ല, അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചു. ഇപ്പോൾ ഒരു ആലോചന വന്നു, അത് നല്ലൊരു കാര്യമാണ്. നല്ലൊരു സ്വഭാവമുള്ള ആളാണ്, നമ്മളെയൊക്കെ നന്നായി കെയർ ചെയ്യുകയും എൻ്റെ വിഷമങ്ങൾ പറഞ്ഞാൽ കേൾക്കുകയും ഒക്കെ ഉണ്ട്. നല്ലൊരു മനുഷ്യനാണ്. ഒത്തിരി ദൂരെയാണ്, ആ ഒരു വിഷമമുണ്ട്. കുറച്ച് ദൂരെയാണ്, എറണാകുളത്താണ്. ആ ഒരു വിഷമമുണ്ട്. എങ്കിലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്ന് വെച്ചാൽ അത്രയും നല്ലൊരു ചേട്ടനെയാണ് എനിക്ക് ദൈവത്തിൽ ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ്. ദൈവം എനിക്ക് കാണിച്ചു തന്ന വഴി കൂടെ പോയതുകൊണ്ടാണ് എനിക്ക് ദൈവം ഇത്രയും നല്ലൊരു ചേട്ടനെ എനിക്ക് തന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താ പറയുക, നല്ലൊരു സ്വഭാവമുള്ള ആളാണ്. എൻ്റെ മക്കളെ എന്ന് ഞാൻ പറയുന്നില്ല, എൻ്റെ മോനെ നന്നായി പൊന്നുപോലെ നോക്കിക്കോളും, അതെനിക്ക് ഒരു ഉറച്ച വിശ്വാസമുണ്ട് എനിക്ക്. അപ്പോൾ ഇത് നിങ്ങളെയും കൂടി അറിയിക്കണമെന്ന് എനിക്ക് തോന്നി. ഞാനന്ന് ഉദാഹരണ സുജാതയുടെ ഇതുമായി സാമ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് അതിൽ സങ്കടപ്പെട്ടാണ് ഞാൻ ആ വീഡിയോ എടുത്തത്. പക്ഷേ ഇന്നിപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോൾ വിവാഹമൊക്കെ എല്ലാവരും വീട്ടുകാരൊക്കെ പോയി ആലോചിച്ച് അന്വേഷിച്ച് ഉറപ്പിച്ച് ഇപ്പോഴത്തെ ഈ സൺഡേ, അതായത് ഇന്ന് സാറ്റർഡേ, നാളെ സൺഡേ, നാളെയാണ് വിവാഹം. ഇവിടെ വെച്ചിട്ടൊന്നല്ല, അവിടെ ചേട്ടൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ്. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാനും, എനിക്ക് സ്നേഹിക്കാനും എന്നെ സ്നേഹിക്കാനും എനിക്കൊരാൾ വേണം എന്നെനിക്ക് കുറച്ച് നാളായിട്ട് എനിക്ക് തോന്നി തുടങ്ങിയിട്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ മക്കളുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യം, മക്കൾ നമ്മൾ സ്നേഹിക്കുന്ന അതേ സ്നേഹം നമുക്ക് തിരിച്ചു തരണമെന്നില്ല. അവർക്ക് അവരുടേതായ കാര്യങ്ങളും അവരുടേതായ ലോകങ്ങളാണ്. അപ്പോൾ കുറച്ച് നാളായി ഇങ്ങനെ ചിന്തിച്ച് തുടങ്ങിയിട്ട് അപ്പം നല്ലൊരു ആലോചന വന്നു. അപ്പോൾ ആലോചന വന്നു. ഇപ്പോൾ തീരുമാനിച്ചു. ഇപ്പോൾ വിവാഹമാണ്. ഇവിടെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്, ഓരോരുത്തർക്കൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതായത് എൻ്റെ മേടയുടെ മോളാണ് ജിൽസ, അത് ഉണ്ണി. അപ്പോൾ ഓരോരുത്തർക്കൊക്കെ അത് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത്ര വലിയ ക്യാമായിട്ടൊന്നല്ല നടത്തുന്നത്, എങ്കിലും ഇതെൻ്റെ മേമ
അപ്പോൾ അങ്ങനെ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പം നാളെയാണ് വിവാഹം. അപ്പോൾ എല്ലാവർക്കും അതിലേക്ക് അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഞാൻ പറയാണ്. പിന്നെ ഒരുപാട് നന്ദി. തുടർന്ന് വീഡിയോയൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താണ്. താങ്ക് യു.